നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവം അടിമുടി ദുരൂഹത എന്ന നിഗമനത്തിൽ പോലീസ്. കുഞ്ഞിന്റെ കൈക്ക് പൊട്ടൽ ഉൾപ്പെടെ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ നൽകിയ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. നെയ്യാറ്റിൻകര കവളാകുളം സ്വദേശികളായ ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും മകനായ ഇഹാനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുഴഞ്ഞു വീണത്. പിന്നാലെ കുട്ടിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ശനിയാഴ്ച പുലർച്ചെ കുട്ടി മരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയ കുട്ടിക്ക് നൽകിയിരുന്നു. ഇത് കഴിച്ച് അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞ് കുഴഞ്ഞു വീണുവെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ കുട്ടിയുടെ കയ്യിൽ പൊട്ടൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ദുരൂഹത സംശയിച്ച് അന്വേഷണം ആരംഭിച്ചത്. മാതാപിതാക്കളായ ഷിജിനെയും കൃഷ്ണപ്രിയയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കുഞ്ഞിന്റെ കയ്യിലെ പൊട്ടൽ ഒരാഴ്ച മുൻപ് സംഭവിച്ച പരിക്കെന്നായിരുന്നു മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ 3 ആഴ്ച മുൻപാണ് പൊട്ടലുണ്ടായതെന്ന് ഡോക്ടർ മൊഴി നൽകി. കുട്ടിയെ ചികിത്സിച്ച കാരക്കോണം CSI മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് മൊഴി നൽകിയത്. ചോദ്യം ചെയ്യലിൽ മാതാപിതാക്കളുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. അച്ഛനും അമ്മയും കുട്ടിയുടെ പരിക്കിനെക്കുറിച്ച് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഷിജിന് കുട്ടിയോട് താല്പര്യക്കുറവുണ്ടായിരുന്നുവെന്നതിന് പോലീസിന് തെളിവും ലഭിച്ചു. ഇക്കാര്യം വിശദമായി പരിശോധിച്ചു വരികയാണ്. FIR-ൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.